ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ അവരവരുടെ വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആരാധനാമൂർത്തിയുടെ ചിത്രങ്ങൾ വരച്ച് സമർപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഉത്സവ പ്രതിഷ്ഠാ ദിനമോ അല്ലെങ്കിൽ അതുപോലുള്ള വിശേഷപ്പെട്ട ദിനങ്ങളിലായിരിക്കും ഈ അവിടുത്തെ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുന്നത്. ഞാനിങ്ങനെ ഒരു വിനായകന്റെ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ യാദൃച്ഛ്യ അതൊരു നിയോഗം പോലെ ഇവിടെ ഒരു വലിയ ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിച്ച ദിനത്തിൽ തന്നെ ഇവിടെ ലക്ഷ്മി സമേതനായിട്ടിരിക്കുന്ന വിനായകന്റെ രൂപം വരച്ച് സമർപ്പിക്കുവാൻ സാധിച്ചതിൻ്റെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ നേരെ അഞ്ചനായ സുദർശനാണ് ഈ ചിത്രം വരച്ചത്. വരക്കുന്നത് അഞ്ചൻ ക്ഷേത്ര ശില്പിയാണ്. ധാരാളം ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നുണ്ട്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ അലങ്കാരമുള്ള ശില്പിയൊക്കെയാണ്. ഞങ്ങൾ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഈ ഓണമിൽ പള്ളികളിൻ്റെ ചിത്രരചനകളിൽ എല്ലാവരും കൂടി സഹകരിച്ചാണ് വരയ്ക്കുന്നത്. അത് ഭഗവാനിലൂടെ സമർപ്പിക്കുന്നത്. വളരെ ബുദ്ധിശക്തിയോടുകൂടി പരിപാലനമായിട്ടാണ് ഓണവിൽ സമർപ്പിക്കുന്നത്. ഞങ്ങൾ ഓണവിൽ എന്ന് പറയുന്നത് ഞങ്ങൾ പത്തൊമ്പതാമത് ശ്രീപത്മനാഭസ്വാമിയുടെ ചിത്രം വരച്ചെങ്കിലാണ് ഓണവിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇവിടെ കൊണ്ട് സമർപ്പിക്കുന്നത്. വേറെ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദിവസം ഇവിടെയുള്ള പ്രത്യേകങ്ങൾ സന്ദർശിക്കണം വരാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഏറെ നന്ദിയോടുകൂടി നിങ്ങൾ ഇവിടെ എനിക്ക് തിരക്കണം. പുറപ്പെടുകയാണ്. സമർപ്പണം എന്തായാലും ഈ ദിനത്തിൽ തന്നെ എത്തിയ അവരെ പാദങ്ങളെ നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കും.